നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ പാവപ്പെട്ടവളുടെ വീട്ടിലേക്ക് നിങ്ങൾ ആരും ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ഇല്ലല്ലോ. എന്റെ മോനെ, നീ ഇതൊന്നും കാര്യാക്കണ്ട. ഇവക്കെ ഒരു 100 കൂട്ടം പരാതിയാ എപ്പോഴും. ഇവളിങ്ങനെയൊക്കെ ആണെങ്കിലും ഇവിടെ കെട്ടിയാനുണ്ടല്ലോ സതീശൻ, നല്ല മര്യാദ, നല്ല അന്തസ്സുള്ള പയ്യനാ. അല്ല, അത് പിന്നെ ഇല്ല, എനിക്കൊന്നും പറയാനില്ല. അത് വിട്. അച്ഛനെ പോലെ വർഷയ്ക്കുണ്ടല്ലോ ചില ദുരഭിമാനങ്ങളൊക്കെ. അതൊക്കെ മാറ്റി വെച്ചേക്ക്. പറയാനുള്ളത് പറ. മറ്റാരോടല്ലോ, എന്നോടല്ലേ? അച്ഛൻ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തു. അതോടെ ആ വരുമാനവും നിലച്ചു. ഇപ്പൊ വേറെ വരുമാന മാർഗം ഒന്നുമില്ല. ആ അവസ്ഥയിൽ ലോൺ എടുത്താ മുതലും പലിശയൊന്നും കൃത്യമായി അടയ്ക്കാൻ പറ്റില്ല. വയസ്സുകാലത്ത് താങ്ങാനാവാത്ത ഭാരവും അതിന്റെ ടെൻഷനും ഒക്കെ ആയിരിക്കും അനുഭവിക്കേണ്ടി വരുന്നത്. അത് ശരിയാ. അച്ഛന്റെ പ്രായത്തിന് താങ്ങാവുന്നതിനും അപ്പുറമുള്ള ബാധ്യതയാ വന്നു ചേരാൻ പോകുന്നത്. അച്ഛന്റെ അവസ്ഥ മനസ്സിലാക്കി പ്രകാശേട്ടനും മനോജേട്ടനും ഒന്നും ഒരു സഹായവും ചെയ്യാൻ പോകുന്നില്ല. അച്ഛൻ റിട്ടയർ ചെയ്തപ്പോ കിട്ടിയ പൈസ മുഴുവനും മനോജേട്ടൻ സൂത്രത്തിൽ തട്ടിയെടുക്കുകയും ചെയ്തു. ഈ അവസ്ഥകളൊക്കെ ഓർക്കുമ്പോ അച്ഛൻ എടുക്കുന്ന ബാങ്ക് ലോൺ തിരിച്ചടയ്ക്കാനാവാത്ത അവസ്ഥയിലാകുമെന്ന എന്റെ ഭയം. അങ്ങനെ സംഭവിക്കാം. അതുകൊണ്ട് അച്ഛനെ ഞാൻ പണം കൊടുത്ത് സഹായിക്കണമെന്നല്ലേ വർഷ പറഞ്ഞു വരുന്നത്? അയ്യോ, ഞാനങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. ദുരഭിമാനം. ദുരഭിമാനത്തിന്റെ ഹോൾസെയിൽ ഡീലറായ മാധവൻ നായരുടെ വിത്തല്ലേ? അപ്പൊ പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛന് ആവശ്യമുള്ള പണം കൊടുത്ത് സഹായിക്കാൻ ഞാൻ തയ്യാറാ. പക്ഷെ ദുരഭിമാനം മൂലം അച്ഛനത് സ്വീകരിക്കൂ എന്നതാണ് പ്രശ്നം. ആ ദുരഭിമാന കുരുക്ക് വർഷ അഴിച്ചു മാറ്റുമെങ്കിൽ എത്ര ക്യാഷ് വേണമെങ്കിലും അച്ഛന് കൊടുത്തേക്കാം. താങ്ക് യു സോ മച്ച്. എന്തായിട്ടാ? ഒരു ഈച്ച. എന്റെ ഭാര്യയുടെ ദേഹത്ത് എന്റെ അറിവോ സമ്മതമോ കൂടാതെ ഒരു ഈച്ച വന്ന് സ്പർശിച്ചാൽ പോലും ഞാനത് സഹിക്കില്ല. കണ്ടില്ലേ? എന്റെ ഭാര്യയെ സ്പർശിക്കുന്ന ആർക്കും ഇതേ അനുഭവമായിരിക്കും ഫലം. ഭാര്യയുടെ കാര്യത്തില് അത്രയ്ക്ക് സ്വാർത്ഥനാണോ ഏട്ടാ? നിന്റെ കാര്യത്തില് ഞാൻ സ്വാർത്ഥന. നീ എനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്നറിയോ? നിന്നെ ആരും നോക്കുന്നത് പോലും എനിക്ക് സഹിച്ചെന്ന് വരില്ല.
ആദ്യം 50 ലോഡ് കരിങ്കല്ലെങ്കിലും ഇറക്കേണ്ടി വരും. കരിങ്കലാണെ കിട്ടാനുമില്ല, തീ പിടിച്ച വിലയും. പിന്നെ സിമന്റും എംസാൻഡും ലേബർ ചാർജും എല്ലാം കൂടി നല്ലൊരു തുക വേണ്ടി വരും. എല്ലാത്തിന്റെയും ഒരു ഏകദേശ ചെലവ് മുൻകൂട്ടി തയ്യാറാക്കണം. എംസാൻഡിനേക്കാളും നല്ലത് മണലായിരുന്നു. മണല് കിട്ടാനില്ല, അതല്ലേ പ്രശ്നം. മണലായിരുന്നു ഉറപ്പ്. ഏതായാലും വീട് വെപ്പിന് വ്യക്തമായൊരു പ്ലാനിങ്. അതെ, അല്ലെങ്കിൽ ആ കോൺട്രാക്ടർമാര് വെട്ടിക്കും. ഈ കാശ് വെച്ച് നമുക്ക് അടിത്തറ കെട്ടി തുടങ്ങാം അല്ലേ? പാറ നന്നായി അടുക്കി അടിസ്ഥാനം കെട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമല്ലോ. അത് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. ഭാവിയില് 3 നില കെട്ടിടല്ലേ അവൻ പോകുന്നത്. മാധവൻ നായരുടെ മാനത്തോളം ഉയരുന്ന കൊട്ടാരം. മാനത്തെ കൊട്ടാരം. ബാക്കി പണിയൊക്കെ ഘട്ടം ഘട്ടമായിട്ട് തീർത്താ മതി. കോൺട്രാക്ടർക്ക് പണി കൊടുക്കുന്നതൊക്കെ നല്ലതാ. നമ്മൾ ചെയ്യുമ്പോ പാഴ്ചെലവുകളൊക്കെ ഉണ്ടാവാതെ നോക്കണം. അതെ, കിണർ വെട്ടിയിട്ട് വേണമായിരുന്നു പണി തുടങ്ങാൻ. പക്ഷേ അവിടെ വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ടുള്ള സ്ഥലമായതുകൊണ്ട് ഒരുപാട് കുഴിക്കേണ്ടി വരും. അതാ പിന്നെ ഞാൻ കുഴൽ കിണർ മതിയെന്ന് തീരുമാനിച്ചത്. വർഷമോൾ വന്നല്ലോ. നമസ്കാരം അച്ഛനെ. ഇവിടെ ഇരിക്കേ. വേണ്ട അച്ഛാ, ഇത്രയും നേരം കാറിലിരുന്ന് വന്നല്ലേ, ഞാനിവിടെ നിന്നോളാം. മോളെ വർഷേ, മോനെ വിക്രം, സുഖാണോടാ? സുഖമായിട്ടിരിക്കുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷങ്ങൾ? ഓ, എനിക്കെന്തോന്ന് വിശേഷം. നമ്മളൊക്കെ പാവപ്പെട്ടവര്. എന്റെ കെട്ടിയോ വലിയ കോടീശ്വരനൊന്നും അല്ലല്ലോ. സ്വന്തം കൂടെ പിറപ്പിനെ അനിയനെയൊക്കെ കാണണമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരണം. ഈ പാവപ്പെട്ടവളുടെ വീട്ടിലേക്ക് നിങ്ങളാരും ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ഇല്ലല്ലോ. എന്റെ മോനെ, നീ ഇതൊന്നും കാര്യാക്കണ്ട. ഇവക്കെ ഒരു 100 കൂട്ടം പരാതിയാ എപ്പോഴും. ഇവളിങ്ങനെയൊക്കെ ആണെങ്കിലും ഇവിടെ കെട്ടിയാനുണ്ടല്ലോ സതീശൻ, നല്ല മര്യാദ, നല്ല അന്തസ്സുള്ള പയ്യനാ. സതീശനെ ഓർത്തെ നിങ്ങൾക്ക് സമയമുള്ളപ്പോ അങ്ങോട്ടൊന്ന് പോണം. അവന് വലിയ സന്തോഷമാകും. പോവാ മുത്തശ്ശി, അധികം വൈകാതെ നമ്മള് വസന്തേച്ചിയുടെ വീട്ടിൽ വിരുന്ന് പോവാൻ പോവാ. പക്ഷേ വെറുതെ ഭംഗി വാക്ക് പറഞ്ഞാ പോരാ. നീ വിക്രമനെയും കൂട്ടി വീട്ടിലേക്ക് വരണം. ഫ്രൈഡ് റൈസ് ഒന്നും ഇല്ലെങ്കിലും നല്ല വരാല് വെച്ച് പൊള്ളിച്ച് ചോറ് തരാം. ചേച്ചി മീൻകറിയൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് വെക്കും. ചേച്ചിയുടെ വരാല് പൊള്ളിച്ചത് കഴിച്ചാ ശരിക്കും പറഞ്ഞ നാവും കൂടി ഇറങ്ങിപ്പോ. അത് ശരി. വായിക്ക് രുചിയായിട്ട് മീൻകറിയൊക്കെ വെക്കും. പക്ഷേ മനസമാധാനത്തോടെ ഒന്ന് കഴിക്കാൻ സമ്മതിക്കില്ലെന്നേ ഉള്ളൂ. അതെ, അത് സത്യം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.